എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുള്ളാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ തണുപ്പ് മൂലം നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന പലവിധ അസുഖങ്ങളെ ചെറുക്കുന്നതിനും കൈകാലുകൾ മരവിപ്പ്, കൈമുട്ട് വേദന, കാൽമുട്ട് വേദന, നടുവേദന അങ്ങനെയുള്ള ശരീരത്തിലുണ്ടാവുന്ന എല്ലാ വേദനകൾക്കും നിങ്ങളുടെ അമിത കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനും ശരീരഭാരം കുറയ്ക്കാനും ശരീരബലം കൂട്ടാനും പണ്ടുമുതലേ നമ്മുടെ അമ്മമാര് ഉണ്ടാക്കി തന്നിരുന്ന ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് കർക്കിടക മാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കി വെക്കുന്ന ഈ ഒരു മുതിര വിളയിച്ചത് എങ്ങനെയാണ് വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് മുതിര വിളയിക്കാൻ തുടങ്ങാം. അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് മുതിര ഒന്ന് കുതിർത്തിയെടുക്കണം. രാത്രി മുഴുവനും തന്നെ വെള്ളത്തിൽ കുതിർത്തിയെടുക്കുമ്പോഴാണ് മുതിര നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ലതുപോലെ വെന്തും കിട്ടുന്നത്. ഇനി നമുക്ക് മുതിര പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ 2 കപ്പ് മുതിരയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ മുതിര നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. അങ്ങനെ മുതിര കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുതിർന്നു വരാനായിട്ട് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുതിര വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ട് ഒരു രാത്രി മുഴുവനും ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കാനായിട്ടൊരു കുക്കറിലേക്ക് മാറ്റാം. അങ്ങനെ മുതിര നമ്മൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കാരണം കുതിർത്തി എടുത്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ മുതിര വെന്ത് കിട്ടും. ഇനി നമുക്ക് കുക്കർ മൂടി ഒരു 3-4 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. കുക്കറിൽ നന്നായിട്ട് എയർ പുറത്തേക്ക് വരുമ്പോഴേക്കും നമുക്ക് വിസിലിട്ട് കൊടുക്കാം. അങ്ങനെ കുക്കറിൽ നിന്നും നന്നായിട്ട് പ്രഷർ പോയപ്പോഴേക്കും വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 വിസിൽ വരുന്നത് വരെ നമുക്ക് ഈ മുതിര വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 5-6 വിസിലിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുക്കറിന്റെ എയറെല്ലാം പോയി വന്നിട്ടുണ്ട്. നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. നമുക്ക് ഈ കുക്കറിൽ വെച്ച് തന്നെ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ മുതിരയിലെ വെള്ളം ഒന്ന് ചെറുതായിട്ടൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിത് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യമായ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. 400 ഗ്രാം മുതിരയ്ക്ക് 200 ഗ്രാം അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർക്കാം. ഞാനിപ്പോൾ 200 ഗ്രാം ശർക്കര ഒന്ന് പൊടിച്ച് പാനിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ ശർക്കര നല്ലതുപോലെ ഒന്ന് ഉരുക്കി വരട്ടെ. അങ്ങനെ നമ്മുടെ ശർക്കര പാനി ഞാനിവിടെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ മുതിരയും വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുതിര ഒരു ചുവട് കെട്ടിയുള്ള ഉരുളിയിലേക്ക് മാറ്റാം. മുതിര ഉരുളിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര പാനി അരിച്ച് മുതിരയിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കര പാനിയിൽ കിടന്ന് മുതിര നല്ലോണം തന്നെ ഒന്ന് വറ്റി വരട്ടെ. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നാളികേരം തിരുമ്മിയെടുക്കണം. ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളിതൊരു നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു രീതിയിലേക്കാണ് തയ്യാറാക്കി കഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കൊന്നും കൂടെ രുചി കൂട്ടി കഴിക്കണമെങ്കിൽ നാളികേരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഇതുപോലൊരു അരമുറി നാളികേരമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിത് തിരുമ്മി ഇതിലേക്ക് തന്നെ ചേർക്കാം. ശർക്കര പാനി ഒന്ന് വറ്റി വരുമ്പോഴായിരിക്കണം നാളികേരം തിരുമ്മിയത് ചേർക്കേണ്ടത്. ശർക്കര ചേർത്ത് തിളച്ചു തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതാ ഒരു നുള്ളു അളവിൽ ചേർത്താൽ മതി. ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് അടിയിലൊന്നും പിടിക്കാതെ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും സാധിക്കുന്നത്. നിങ്ങളിത് ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഇതുപോലെ ചുവട് കെട്ടിയുള്ള അയൺ പാനോ അല്ലെങ്കിൽ ഉരുളിയോ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നോൺ സ്റ്റിക്ക് പാൻ കഴിവതും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും മുതിര ഒന്നും കൂടെ തന്നെ കല്ലിപ്പായി വരും. അതുകൊണ്ട് നല്ലപോലെ വെന്തതിന് ശേഷമായിരിക്കണം കേട്ടോ ശർക്കര പാനി ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ എത്ര വേവിച്ചാലും മുതിര അതുപോലെ തന്നെ ഇരിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയും വേവിച്ചെടുക്കാൻ പറ്റുമോ അത്രയും തന്നെ വേവിച്ചെടുക്കുക. ഇപ്പോൾ ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ചേർക്കാം. ജീരകം പൊടിച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെയും ആവാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ശർക്കര പാനി ഇതുവരെയും വറ്റി വന്നിട്ടില്ല. ഇപ്പോൾ ശർക്കര പാനി
നല്ലോണം തന്നെ ഒന്ന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തിരുമ്മിയ നാളികേരം ചേർക്കാം. നാളികേരം കൂടെ ചേർത്ത് വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ നാളികേരം കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് നേരമൊന്നും ഇളക്കി വരട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഈ ഒരു രീതിയിലേക്ക് ആയി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള മുതിര വിരകിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കർക്കിടക മാസത്തിൽ കഴിക്കേണ്ടതായിട്ടുള്ള ഈ ഒരു പ്രധാന വിഭവം എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കണേ. നിങ്ങൾക്കുണ്ടാകുന്ന കൈകാലുകൾ വേദന, കൊളസ്ട്രോള് ഒരുപാട് കൂടിയിട്ടുള്ളവരും അതുപോലെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രതിരോധ ശേഷി കൂട്ടാനും വളരെ തന്നെ നല്ലതാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന പലവിധ അസുഖങ്ങളെ ചെറുക്കാനും ഒരു മുതിരയ്ക്ക് വളരെ തന്നെ കഴിവുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് നിങ്ങളെല്ലാവരും ഒരു നേരമെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിക്കണേ. അതുപോലെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.